ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കേ ഇന്നൊരു ഹെൽത്തി ആൻഡ് ഈസി ബീട്രൂട്ട് പച്ചടി നോക്കിയാലോ. ഈസി എന്ന് പറഞ്ഞാൽ സൂപ്പർ ഈസിയാണ്. ഹായ് കൂട്ടുകാരെ, അപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി വീഡിയോയിലേക്ക് പോയാലോ. ഇതിന് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റഡ് ബീട്രൂട്ടും കുറച്ച് നല്ല കട്ടിയുള്ള തൈരുമാണ്. അപ്പോൾ ഞാനത് ചെയ്യുന്നതിനായിട്ട് ഒരു പാൻ മുകളിലേക്ക് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ച് അതിലേക്ക് കുറച്ച് പാകത്തിന് ഉലുവ, പാകത്തിന് കടുക്, വറ്റൽമുളക്, പച്ചമുളക്, കറിവേപ്പില, സാധാരണ നമ്മൾ താളിക്കാൻ എടുക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് അത് നന്നായിട്ട് താളിച്ച് എടുക്കുന്നുണ്ട്. നന്നായിട്ട് താളിച്ചെടുക്കുമ്പോൾ ഇത് പ്രത്യേകം ഇത് കരിഞ്ഞു പോയാൽ തീ കുറച്ച് വയ്ക്കണം നമ്മൾ ഈ താളിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അത് നന്നായിട്ട് വഴന്നു വരുന്ന സമയത്ത് നമ്മുടെ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക. ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ബീട്രൂട്ട് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് താളിച്ചിട്ടിട്ട് അതിനകത്തേക്ക് പാകത്തിന് ഉപ്പ്, ഒരു പിഞ്ച് ഓഫ് കുരുമുളക് പൊടി ആൻഡ് ഒരു പിഞ്ച് ഓഫ് മഞ്ഞൾപ്പൊടി. ഇത്ര സാധനങ്ങളാണ് ഞാൻ അതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വഴന്നു വരണം. എന്ന് വെച്ചാൽ ഒത്തിരി വഴന്നു വരണ്ട, അതിങ്ങനെ നമുക്ക് വായിലിട്ടൊന്ന് കടിക്കാൻ പാകത്തക്ക രീതിയിൽ. ബീട്രൂട്ടല്ല, നല്ല ടേസ്റ്റി ആയിരിക്കും വായിലൊന്ന് നന്നായിട്ട് കടിച്ചാൽ. അതിനുള്ള പാകത്തിന് നമ്മളതൊന്ന് വഴറ്റിയെടുത്തിട്ട് ഞാനിവിടെ തൈരെടുത്ത് ഓൾറെഡി ഒരു ബോളിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്ന നാച്ചുറൽ യോഗട്ടുണ്ട്, ഗ്രീക്ക് സ്റ്റൈൽ യോഗട്ട്. അത് നല്ല ടേസ്റ്റിയുമാണ്, നല്ല കട്ടിയുള്ള തൈരുമാണ്. അതാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഏതാ തൈരെന്ന് കിട്ടുന്ന വെച്ചാൽ അത് യൂസ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത് ഈ നമ്മൾ വഴറ്റിയെടുത്ത ബീട്രൂട്ട് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.